ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിക്സഡ് ജി കെ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പാർട്ട് 1 ചെയ്തിരുന്നു. ഇനി പാർട്ട് 2 ആണ്. പാർട്ട് 1 തെറ്റുണ്ട്. അതിലെന്താ തെറ്റ് വെച്ചാൽ, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അതിൽ ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരുത്തി പഠിക്കുക. തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒന്ന് തിരുത്തി വായിക്കണം. ഓക്കെ, നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. എന്താ പറഞ്ഞത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. 1773 ടീ നിയമത്തിനെതിരായ പ്രതിഷേധമായിരുന്നു ഏത്? ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ എന്നാണ്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി. മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ആകെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്രയാണ്? 15,106.7 കിലോമീറ്റർ. എത്രയാണത്? 15,106.7 കിലോമീറ്റർ. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന മലനിരയാണ് കാരക്കോറം. അപ്പം ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന മലനിര ഏതാ ചോദിച്ചാൽ എന്താ പറയുക? കാരക്കോറം. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് സിവാലിക്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നതാണ് സിവാലിക്. ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ ആദ്യഘട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്ന കാലയളവാണ് 1770 മുതൽ 1969 വരെ. എന്നാണ്? 1770 മുതൽ 1969 വരെ. ശബ്ദകൽപദ്രുമം എന്ന സംസ്കൃത നിഘണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈയെടുത്ത ബംഗാളി പണ്ഡിതനാണ് ആര്? രാധാകാന്ത് ദേവ്. അപ്പം ശബ്ദകൽപദ്രുമം എന്ന സംസ്കൃത നിഘണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈയെടുത്ത ബംഗാളി പണ്ഡിതനാണ് രാധാകാന്ത് ദേവ്. പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികത്തിലൂടെ അഭിനയിച്ചവതരിപ്പിക്കുന്ന ഏകാംഗാഭിനയമാണ് ചാക്യാർ കൂത്ത്. പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികത്തിലൂടെ അഭിനയിച്ചവതരിപ്പിക്കുന്ന ഏകാംഗാഭിനയമാണ് ചാക്യാർ കൂത്ത്. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എന്താണ്? ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ രാമസ്വാമി ദീക്ഷിതർ. കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്ന സംഭവം ഏത്? ലോക സാമ്പത്തിക മാന്ദ്യം. കാഞ്ഞങ്ങാട്ടു നിന്ന് ചെമ്പഴന്തി വരെ നടന്ന ജാഥ ഏത്? സാമൂഹിക പരിഷ്കരണ ജാഥ. എവിടെ നിന്നാണ്? കാഞ്ഞങ്ങാട്ടു നിന്ന് ചെമ്പഴന്തി വരെ നടന്ന ജാഥയാണ് ചോദിച്ചാൽ എന്താ പറയുക? സാമൂഹിക പരിഷ്കരണ ജാഥ. യൂറോപ്യൻ തോട്ട ഉടമകൾ തീൻകാത്തിയ സമ്പ്രദായം എന്നറിയപ്പെട്ട ചൂഷണ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഏത് സമരത്തിനാണ് കാരണമായത്? അപ്പം എന്താണ്? യൂറോപ്യൻ തോട്ട ഉടമകൾ തീൻകാത്തിയ സമ്പ്രദായം എന്നറിയപ്പെടുന്ന ചൂഷണ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഏത് സമരത്തിനാണ് കാരണമായത്? നീലം കർഷകരുടെ ലഹളം. ഭരണഘടന പാസാക്കുമ്പോൾ ഒപ്പുവെച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 8. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 3. ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യ വായനയ്ക്ക് വിധേയമാക്കിയത് 1948 നവംബർ 4. എന്താണ്? ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യ വായനയ്ക്ക് വിധേയമാക്കിയത് 1948 നവംബർ 4. നെപ്പോളിയൻ റഷ്യയെ ആക്രമിച്ച വർഷം 1812. നെപ്പോളിയൻ റഷ്യയെ ആക്രമിച്ച വർഷം എന്നാണ്? 1812. ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയെ ശല്യം ചെയ്യുന്ന പ്രവൃത്തി അറിയപ്പെടുന്നത് സൈബർ സ്റ്റോക്കിംഗ്. എന്താണ്? ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയെ ശല്യം ചെയ്യുന്ന പ്രവൃത്തി അറിയപ്പെടുന്നത് സൈബർ സ്റ്റോക്കിംഗ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 2005 ആണ്. എന്നാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ വന്നത്? 2005.
ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. ആരാണ്? മുത്തയ്യ വനിതയാണെന്ത്? ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ. കേരളത്തിലെ പരമോന്നത കായിക പുരസ്കാരമാണ് GV രാജ അവാർഡ്. കേരളത്തിലെ പരമോന്നത കായിക പുരസ്കാരം ചോദിച്ചാൽ GV രാജ അവാർഡ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ് ടിനു യോഹനാൻ. ആരാണ്? ടിനു യോഹനാൻ ആണെന്ത്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. എന്താണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപവൽക്കരിച്ച വർഷമാണ് 1948. അപ്പം സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപവൽക്കരിച്ച വർഷമാണ് 1948. പുനലൂർ ചെങ്കോട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. എന്താണ്? പുനലൂർ ചെങ്കോട്ട ഈ 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. എന്താണ്? ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ നിലയമാണ് ഇത്? കൂടംകുളം. ഏതാണ്? കൂടംകുളം, തമിഴ്നാട്. ഇന്ത്യയിൽ ആണവോർജ നിയമം പാസാക്കിയ വർഷം 1962. ഇന്ത്യയിൽ ആണവോർജ നിയമം പാസാക്കിയ വർഷം 1962. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന വിവാദമായ പ്രസ്താവന നടത്തിയതാരാണ്? മേരി ആൻ്റോയിനറ്റ്. അപ്പം നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന വിവാദമായ പ്രസ്താവന നടത്തിയത് മേരി ആൻ്റോയിനറ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണയ്ക്കായി സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഭരണാധികാരിയാണ് ആര്? ടിപ്പു സുൽത്താൻ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് സാദിയ പട്ടണം. അപ്പം ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് സാദിയ പട്ടണം. ഇത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. കേരള ഫോക്ലോർ പഠനം ആരംഭിക്കാൻ കാരണമായ കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അടകിയ മലബാറിക്കയുടെ ഉള്ളടക്കം എന്ത്? പഴഞ്ചൊല്ലുകളുടെ സമാഹാരം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഉപവിഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഉപവിഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. രാജദ്രോഹിയായ രാജ്യസ്നേഹി എന്ന പുസ്തകം ആരുടെ ജീവചരിത്രമാണ്? എന്നാണ്? രാജദ്രോഹിയായ രാജ്യസ്നേഹി എന്ന പുസ്തകം ആരുടെ ജീവചരിത്രമാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് ഏത് ജില്ലയിലാണ്? എന്നാണ്? ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഓട്ടൻതുള്ളൽ കൃതിയായ കാളിയമർദ്ദനം രചിച്ചതാരാണ്? KP കറുപ്പൻ. ഓട്ടൻതുള്ളൽ കൃതിയായ കാളിയമർദ്ദനം രചിച്ചത് ആരാണ്? KP കറുപ്പൻ. ഓക്കെ, താങ്ക് യു.